ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യത് ആവിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിഥിതീർഷദാം തമുന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നാരായണ. ശ്രീരാമനവമി ആശംസകൾ. ഇന്നലെയും ഇന്നുമായിട്ടാണ് ശ്രീരാമനവമി. ഇന്ന് ചിലയിടത്തൊക്കെ ഇന്ന് ആചരിക്കുന്നുണ്ട്. മിക്കവാറും എല്ലായിടത്തും ഇന്നലെ ആചരിച്ചു കഴിഞ്ഞു. രാത്രി നവമി ഇന്നില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഇന്നലെ ശ്രീരാമനവമി ആഘോഷം ഉണ്ടായത്. അപ്പോൾ എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ആഞ്ജനേയസ്വാമിനേ നമഃ. ഇപ്പോൾ ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ അവസാനം അധ്യായം 90-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരുപാട് പേരുടെ ബർത്ത്ഡേ ഉണ്ട്. എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും. പുണർദം നക്ഷത്രക്കാർ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ആശംസകൾ. നാരായണ. 90-ാം അധ്യായം നമുക്ക് വായിക്കാം. ഭഗവാന്റെ കൃഷ്ണാവതാര ലീലകളുടെ ഒരു സംഗ്രഹമായി ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ലീലകളെ ഒന്നുകൂടെ ഒന്ന് ആസ്വദിച്ച് ഉപസംഹരിക്കുകയാണ്. നമുക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 90-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. സുഖം സ്വപുര്യാം നിവസൻ ദ്വാരകായാം ശ്രേയഃപതിഃ സർവസമ്പൽ സമൃദ്ധായാം ജുഷ്ടായാം വൃഷ്ണിപുങ്കവൈഃ സ്ത്രീഭിശ്ച ഉത്തമവേഷാഭിർനവ യൗവനകാന്തിഭിഃ കന്ദുകാദിഭിർഹർമ്മ്യേഷു ക്രീഡന്തീഭിസ്തടിദ്യുഭിഃ നിത്യം സങ്കുലമാർഗായാം മതച്ഛുദ്ഭിർമതംഗജൈഃ സ്വലങ്കൃതൈർബടൈരശ്വൈരഥൈശ്ച കനകോജ്വലൈഃ ഉദ്യാനോപവനാഢ്യായാം പുഷ്പിതദ്രുമരാജിഷു നിർവിശദ്ഭൃംഗവിഹകൈഃ നാദിതായാം സമന്തതഃ രേമേ ഷോഡശസാഹസ്രപത്നീനാം ഏകവല്ലഭഃ താവദ്വിചിത്രരൂപോऽസൗ തദ്ഗൃഹേഷു മഹർദിഷു പ്രോദ്ഫുല്ലോത്പലകൽഹാരകുമുദാംഭോജരേണുഭിഃ വാസിതാമലതോയേഷു കൂജദ്വിജകുലേഷു ച വിചഹാരവിഗാഹ്യാംബോ ഹ്രദിനീഷു മഹോദയഃ കുജകുങ്കുമലിപ്താംഗഃ പരിരബ്ധശ്ച യോഷിതാം ഉപഗീയമാനോ ഗന്ധർവൈർമൃദംഗപണവാനകാൻ വാദയദ്ഭിർമുദാ വീണാം സൂതമാഗതവന്ദിഭിഃ ശിച്യമാനോച്യുതസ്താഭിഃ ഹസന്തി വിസ്മരേചകൈഃ പ്രതിസിഞ്ചൻ വിചിക്രീഡേ യക്ഷീഭിർയക്ഷരാളിവ താക്ലിന്നവസ്ത്രവിവൃതോരുകുചപ്രദേശാഃ സിഞ്ചന്ത്യ ഉദ്ധൃതബൃഹത്കബരപ്രസൂനാഃ കാന്തം സ്മരേചകജിഹീരഷയോപഗുഹ്യ ജാതസ്മരോത്സവലസദ്വദനാ വിരേജുഃ കൃഷ്ണസ്തു തൽസ്തനവിഷജ്ജിതകുങ്കുമസ്രക്രീഡാഭിഷംഗ ദുതകുന്തളവൃന്ദബന്ധഃ സിഞ്ചന്മുഹുർയുവതിഭിഃ പ്രതിഷിച്യമാനോ രേമേ കരേണുഭിർ ഇവേവ പതിഃ പരീതഃ
നടാനാം നർത്തകീനാം ച ഗീതവാദ്യോപജീവിനാം ക്രീഡാലങ്കാരവാസാംസി കൃഷ്ണോദാത്തസ്യ ച സ്ത്രിയഃ കൃഷ്ണസ്യൈവം വിഹരതോ ഗത്യാലാപേക്ഷിതസ്മിതൈഃ നർമ്മക്ഷ്വേളി പരിഷ്വംഗൈഃ സ്ത്രീണാം കില ഹൃദാദിയഃ ഊചുർമുകുന്ദൈകദിയോ അഗിര ഉന്മത്തവത് ജഡം ചിന്തയന്ത്യോരവിന്ദാക്ഷം താനി മേ ഗതതഃ ശൃണു महिष्य ऊजुः कुररि विलपसि त्वं वीतनिद्रा न शेषे स्वपिति जगदि रात्र्यामीश्वरो गुप्तबोधः वयमिव सखि कच्चिद्गाढनिर्भिन्नचेताः नलिननयनः सोदारलीलेक्षितेन नेत्रे निमीलयसि नक्तम् अदृष्टबन्धुः त्वं रोरवीषि करुणं बद चक्रवाकी दास्यं गदा वयमिवाच्युतपादजुष्टां किं वा स्रजं स्पृहयसे कबरेण वोढुम् भो भो सदा निष्ठनसे उदन्वन् अलब्धनिद्रोऽधिगतप्रजागरः किं वा मुकुन्दापहृदात्मलाञ्छनः प्राप्तां दशां त्वं च गतो दुरत्ययाम् त्वं यक्ष्मणा बलवदासि गृहीत इन्दो क्षीणस्तमो न निजदीदिभिः क्षिणोषि कच्छिन्मुकुन्दगतिदानि यदा वयं त्वं विस्मृत्य भो स्थगितगीरुपलक्ष्यसे नः किन्द्वाचरितमस्माभिर्मलयानिलते प्रियं गोविन्दापाङ्गनुर्भिन्ने हृदीरयसि न स्मरम् मेघश्रीमन् त्वमसि दयितो यादवेन्द्रस्य नूनं श्रीवत्साङ्गं वयमिव भवान् ध्यायति प्रेमबद्धः अत्युत्कण्ठः शबलहृदयोऽस्मद्दितो बाष्पधाराः स्मृत्वा स्मृत्वा विसृजसि मुहुर्दुःखदस्तल्प्रसङ्गः प्रियरावपदानि भाषसे मृदसञ्जीविकया गिरां करवाणि किमद्यते प्रियं वद मे वल्गितकण्डकोकिल न चलसि न वदस्युदारबुद्धे क्षितिधर चिन्तयसे महान्तमर्थम् अपि बद वसुदेवनन्दनाङ्घ्रिं वयमिव कामयसे स्तनैर्विदर्तुम् शुष्यद्हृदाकर्षिता बद सिन्धुपत्न्यः सम्प्रत्यपास्तकमलश्रिय इष्टभर्तुः यद्वद्वयं मधुपतेः प्रणयावलोकमप्राप्य मुष्टहृदया पुरुकर्षिता स्म हंस स्वागतम् आस्यतां पिब पयो ब्रूह्यङ्गशौरे कदां दूतं त्वां विदाम कच्चिदजिदः स्वस्त्यास्त उक्तं पुरा किं वा नश्चल सौहृद स्मरति तं कस्मात् भजामो वयं चौद्रालापय कामदं श्रियमृते सैवैकनिष्ठा स्त्रियाम् इतीदृशेन भावेन कृष्णे योगेश्वरेश्वरे क्रियमाणेन माधव्यो लेभिरे परमाङ्गतिम् श्रुतमात्रोऽपि यस्त्रीणां प्रसह्याकर्षते मनः उरुगायोरुगीतो वा पश्यन्तीनां कुतः पुनः या सम्पर्यचरन् प्रेम्णा पादसंवाहनादिभिः जगद्गुरुं भर्तृबुद्ध्या तासां किं वर्ण्यते तपः एवं वेदोदितं धर्ममनुतिष्ठन् सदाङ्गतिः गृहं धर्मार्थकामानां मुहुश्चादर्शयत्पदम् आस्तितस्य परं धर्मं कृष्णस्य गृहमेदिनाम् आसन् 16,000 महिष्यश्च शताधिकम् तासां स्त्रीरत्नभूतानाम् 8 या प्रागुदाहृताः रुक्मिणी प्रमुखा राजन् तल्पुत्राश्च आनुपूर्वशः एकैकस्यां 10 कृष्णोऽजीजनतात्मजान् यावत्य आत्मनो भार्या अमोघगतिरीश्वरः तेषाम् उद्दामवीर्याणाम् 18 महारथाः आसन् उदारयशसः तेषां नामानि मे शृणु
प्रद्युम्नश्च अनिरुद्धश्च दीप्तिमान् भानुरेव च साम्बो मधुर्बृहद्भानुः चित्रभानुर्वृको अरुणः पुष्करो वेदबाहुश्च श्रुतदेवः सुनन्दनः चित्रबाहुर्विरूपश्च कविर्न्यग्रोध एव च एतेषामपि राजेन्द्रातनुजालं मधुद्विषः प्रद्युम्न आसीत् प्रथमः पितृवत् रुक्मिणीसुतः स रुक्मिणो दुहितरमुपयेमे महारथः तस्मात् सुतो अनिरुद्धो भूत नागायुधबलान्वितः स चाभिरुक्मिणः पौत्रीं दौहित्रो जगृहे ततः वज्रस्तस्याभवद्यस्तु मौसलादवशेषितः प्रतिबाहुरभूत् तस्मात् सुबाहुस्तस्य चात्मजः सुबाहोः शान्तसेनो भूत शतसेनस्तु तल्सुतः न ह्येतस्मिन् कुले जाता अधना अबहुप्रजाः अल्पायुषोऽल्पवीर्यश्च अब्रह्मण्याश्च जज्ञिरे यदुवंशप्रसूदानां पुंसां विख्यातकर्मणां संख्या न शक्यते कर्तुम् अपि वर्षायुधैर्नृप तिस्रकोट्यसहस्राणाम् अष्टाशीतिशतानि च आसङ्ख्यतुकुलाचार्याः कुमाराणामिति श्रुतम् संख्यानं यादवानां कः करिष्यति महात्मनां यत्रायुतानामयुतलक्षणे लक्षेणास्ते स आहुगः देवासुराः वहदा दैतेयाये सुदारुणाः तेजोल्पन्ना मनुष्येषु प्रजा दृप्ता बबाधिरे तन्निग्रहाय हरिणा प्रोक्ता देवा यदो कुले अवधीर्णाकुलशतं तेषाम् एकाधिकं नृप तेषां प्रमाणं भगवान् प्रभुत्वेनाभवद्हरिः ये चानुवर्तिनस्तस्य ववृदुः सर्वयादवाः शय्यासनाडनालाभक्रीडा स्नानादिकर्मसु न विदुः सन्तमात्मानं वृष्णय कृष्णचेतसः तीर्थं चक्रे नृपोनं यदजनियदुषु स्वस्सरित्पादशौचं विद्युत्स्निग्धा स्वरूपं ययुरजितपरा श्रीर्यदर्थे अन्ययत्नः यन्नामामङ्गलग्नं श्रुतमदगदिदं यत्कृतो गोत्रधर्मः कृष्णस्य इदन्न चित्रं क्षितिभरहरणं कालचक्रायुधस्य जयति जननिवासो देवकी जन्मवादो यदुवरपरिषत्स्वैर्दोर्भिरस्यन् अधर्मम् स्थिरचरवृजिनग्नः सुस्मितश्रीमुखेन व्रजपुरवनिदानं वर्धयन् कामदेवम् इत्थं परस्य निजवत्मरिरक्षयात् लीलातनोस्तदनुरूपविडम्बनानि कर्माणि कर्मकषणानि यदुत्तमस्य श्रूयादमुष्यपदयोरनुवृत्तिमिच्छन् मर्त्यस्तयानुसवमेधिदया मुकुन्द श्रीमत्कदा श्रवणकीर्तन चिन्तयैति तद्दाम दुस्तरकृतान्दजवापवर्गं ग्रामाद्वनं क्षितिभुजो व्ययुर्यतर्ताः हरि ओम् इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे उत्तरार्धे श्रीकृष्णचरितानुवर्णनं नाम 90तमोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द इति दशमस्कन्धस्य उत्तरार्धः समाप्तः। नारायणाखिलगुरो भगवन्नमस्ते नारायणाखिलगुरो भगवन्नमस्ते नारायणाखिलगुरो भगवन्नमस्ते।
ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ശ്രീകൃഷ്ണ അവതാര ലീലകളുടെ അവസാനത്തെ അധ്യായം ഉപസംഹാരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ദ്വാരകാപുരിയിൽ തൻ്റെ 16,008 മഹിഷിമാരുമായി, അതുപോലെ യാദവ ശ്രേഷ്ഠന്മാരുമായി സുഖമായി സന്തോഷമായി കഴിഞ്ഞു എന്നുള്ളതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗൃഹസ്ഥാശ്രമ അവസാനകാല ജീവിതത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് ഉപസംഹാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം തൻ്റെ പത്നിമാരോടുകൂടി എന്തെല്ലാം ലീലകൾ ചെയ്തു, അവരെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിച്ചു, എന്തെല്ലാം ക്രീഡകളാണ് അവർ ചെയ്തത്, ജലക്രീഡ ചെയ്യുന്നതിനെക്കുറിച്ചും മറ്റുമൊക്കെയാണ് ഇനി കുറച്ച് വർണ്ണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ 16,000-ത്തിലധികമുള്ള സ്ത്രീകളുടെ ഏകവല്ലഭനായി താവത് വിചിത്ര രൂപോസൗ, അത്രയും വിചിത്ര രൂപങ്ങളെ ധരിച്ച് തദ്ഗേഹേഷു മഹർദിഷു, അതാത് ഗൃഹങ്ങളിൽ വൃദ്ധിയുള്ള മഹിമയുള്ള അതാത് ഗൃഹങ്ങളിൽ ഐശ്വര്യപൂർണമായി ജീവിച്ചു. പ്രോദ്ഫുല്ല ഉത്പല കൽഹാര കുമുദ അംബോജ രേണുഭിഹി വാസിതാമലതോയേഷു കൂജദ്വിജകുലേഷു ച, പക്ഷികളും വണ്ടുകളുമെല്ലാം ശബ്ദിക്കുന്നതായിട്ടുള്ള ജലാശയങ്ങളിൽ താമരകളും മറ്റുമൊക്കെ വികസിച്ച് അവയുടെ പൂമ്പൊടിയെല്ലാം കലർന്ന സുരഭിയോടുകൂടിയതായിട്ടുള്ള ജലത്തിൽ മുങ്ങിക്കളിച്ചുകൊണ്ട് ഭഗവാൻ വിഹരിച്ചു. വിജഹാര വിഗാഹ്യാംബോ ഹൃദിനീഷു മഹോദയ കുച കുങ്കുമലിപ്താംഗ പരിരബ്ധശ്ച യോഷിതാം. അപ്പൊ ഹൃദിനീഷു, ആ ഹൃദങ്ങളിൽ ജലാശയങ്ങളിൽ അംബഹ വിഗാഹ്യ വിജഹാര, വെള്ളത്തിൽ മുങ്ങിക്കൊണ്ട് വിഹരിച്ചു. ആ പത്നിമാരുടെ കുചകുങ്കുമ ലിപ്താംഗ, മാറിലെ കുങ്കുമങ്ങളെല്ലാം തൻ്റെ ശരീരത്തിലും പകർന്നുകൊണ്ട് പരിരബ്ധശ്ച യോഷിതാം, ആ സ്ത്രീകളാൽ ബദ്ധനായിക്കൊണ്ടും ഉപഗീയമാനോ ഗന്ധർവൈഹി മൃദംഗ പണവാനകാൻ വാദയദ്ഭിർമുദാ വീണാം സൂതമാഗത വന്ദിഭിഹി, ഗന്ധർവന്മാരും മറ്റ് സൂതമാഗത വന്ദികളും എല്ലാം വാദ്യഘോഷങ്ങളോടെ ഭഗവാനെ ഗാനം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതെല്ലാം കേട്ടുകൊണ്ടാണ് ഭഗവാന്റെ വിഹാരം. ശുച്യമാനോ ച്യുതസ്ഥാപിർ ഹസന്തീഭിസ്മരേചകൈഹി പ്രതിസിഞ്ചൻ വിചിക്രീഡേ യക്ഷീഭിർ യക്ഷരാടിവ, യക്ഷികളോടുകൂടെ, യക്ഷസ്ത്രീകളോടുകൂടെ. ഇവിടെ യക്ഷി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മലയാളത്തിലുള്ള കഥകളിലുള്ള ഭയപ്പെടുത്തുന്ന കളിയങ്കാട്ട് നീലിയൊന്നുമല്ല. യക്ഷികളെന്നാൽ യക്ഷിണികൾ, യക്ഷസ്ത്രീകൾ, യക്ഷവർഗത്തിൽപ്പെട്ട സ്ത്രീകൾ. അത് ദേവവർഗത്തിൽപ്പെട്ടവരാണ്. യക്ഷ, കിന്നര, ഗന്ധർവ, വിദ്യാധരാദികളൊക്കെ ദേവവർഗത്തിൽപ്പെട്ടവരാണ്. ആ യക്ഷികളാകുന്ന സ്ത്രീകളോടുകൂടെ യക്ഷരാജാവായ കുബേരൻ വിഹരിക്കും പോലെ അളകനന്ദയിൽ, അളകാപുരിയോട് ചേർന്നൊഴുകുന്നതായിട്ടുള്ള ഗംഗയാണ് അളകനന്ദ. ആ അളകനന്ദയിലാണ് കുബേരന്റെ വിഹാരം. അപ്പോൾ യക്ഷീഭിർ യക്ഷരാടിവ ശിച്യമാനോ അച്യുത താഭിഹി ഹസന്തീഭിഹി സ്മരേചകൈഹി, അവരൊക്കെ രേചകങ്ങളെ കൊണ്ട്, പീച്ചാങ്കുഴലുകൾ കൊണ്ട് വെള്ളമെടുത്ത് ഭഗവാന്റെ മേലെ പീച്ചിക്കളിക്കുന്നുണ്ട്, നനയ്ക്കുന്നുണ്ട്. പ്രതിസിഞ്ചൻ വിചിക്രീഡേ, തിരിച്ചും ഭഗവാൻ അങ്ങോട്ടും സേചനം ചെയ്ത് കളിച്ചുകൊണ്ട് വിഹരിക്കുകയാണ്. അപ്പോൾ ആ ഭഗവാന്റെ ആ ജലക്രീഡാ വിഹാരത്തെ കൂടുതൽ വർണ്ണിക്കുകയാണ് അടുത്ത 2-3 ശ്ലോകങ്ങളിൽ. 2 ശ്ലോകങ്ങൾ 10ഉം 11ഉം. ക്ലിന്നവസ്ത്ര വിവൃതോരുകുചപ്രദേശാഃ
സിഞ്ചന്ത്യ ഉദ്ധൃത ബൃഹത്കബര പ്രസൂനാഃ കാന്തം സ്മരേച ഗജിഹീരഷയോപഗുഹ്യ ജാതസ്മരോത്സവലസദ്വദനാവിരേജുഃ താ ക്ലിന്നവസ്ത്രവിവൃതോരുകുജപ്രദേശാഃ സിഞ്ചന്ത്യ ഉദ്ധൃത ബൃഹത്കബര പ്രസൂനാഃ കാന്തം സ്മരേച ഗജിഹീരഷയോപഗുഹ്യ ജാതസ്മരോത്സവലസദ്വദനാവിരേജുഃ. താഹ വിരേജുഃ. താഹ അവർ. ആരാണവർ? കൃഷ്ണപത്ന്യഃ. 16,008 കൃഷ്ണപത്നിമാർ. വിരേജുഹു വിരാജിച്ചു, ശോഭിച്ചു, അല്ലെങ്കിൽ വിഹരിച്ചു എന്നൊക്കെ അർത്ഥം. എങ്ങനെ വിരാജിച്ചു, എങ്ങനെ ശോഭിച്ചു, എന്തെല്ലാം ചെയ്തുകൊണ്ട് ശോഭിച്ചു എന്നുള്ളതാണ് വിഷയം. ഇടയിൽ ക്ലിന്നവസ്ത്രവിവൃതോരുകുജപ്രദേശാഃ. താഹ എന്നുള്ളതിന്റെ വിശേഷണങ്ങളാണ്. ഉദ്ധൃത ബൃഹത്കബര പ്രസൂനാഃ കാന്തം സിഞ്ചന്ത്യഃ രേചകജിഹീർഷയാ ഉപഗുഹ്യ ജാതസ്മരോത്സവലസദ്വദനാഃ. അങ്ങനെ താഹ വിരേജുഃ. അപ്പൊ എന്തൊക്കെയാണ് വിശേഷണങ്ങള്? ക്ലിന്നവസ്ത്രവിവൃതോരുകുജപ്രദേശാഃ. ക്ലിന്നവസ്ത്രം എന്ന് പറഞ്ഞാൽ ക്ലേദം ആയ വസ്ത്രം. ക്ലേദം എന്ന് പറഞ്ഞാൽ നനഞ്ഞത്. അപ്പൊ അവരുടെ വസ്ത്രങ്ങളൊക്കെ ജലക്രീഡ കൊണ്ട് നനഞ്ഞു. അങ്ങനെ ആർദ്രമായ ജലവസ്ത്രം വെള്ളം കൊണ്ട് നനഞ്ഞതായിട്ടുള്ള വസ്ത്രം ധരിച്ചവർ. അതുകൊണ്ട് തന്നെ എന്താണ്? വിവൃതമായ ഒരു കുചപ്രദേശാഃ. നനഞ്ഞ വസ്ത്രമായതുകൊണ്ട് ആവൃതം അല്ല, വിവൃതം ആണ്. ആവൃതത്തിന്റെ ഓപ്പോസിറ്റാണ് വിവൃതം. വിശേഷേണ അല്ലെങ്കിൽ വിപരീതേന ആവൃതം. അപ്പൊ എന്താണ്? സ്പഷ്ടമാവുക, വ്യക്തമാവുക, തുറന്നു കാണിക്കുക, അനാവരണം ചെയ്യപ്പെടുക എന്നൊക്കെ അർത്ഥം. അപ്പൊ അനാവരണം ചെയ്യപ്പെട്ടതായിട്ടുള്ള ഊരുക്കളും കുചപ്രദേശങ്ങളോടും കൂടിയവരായിട്ട്, ജലത്തിൽ നനുത്ത വസ്ത്രം ധരിച്ച് ജലത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ അംഗലാവണ്യം മുഴുവൻ ആ വസ്ത്രത്തിലൂടെ പ്രകടമായി കാണാം. അതാണ് വിവൃത ഊരു. വിവൃത ഊരു എന്ന് പറഞ്ഞാൽ തുടകൾ. അപ്പൊ തുടകളും കുചപ്രദേശങ്ങളും എവിടെയൊക്കെയാണോ ശരീരത്തിൽ കൂടുതൽ നിമ്നോന്നതങ്ങളുണ്ട് അത് നല്ലതുപോലെ പ്രകടമാക്കി കാണിച്ചുകൊണ്ട് താ ക്ലിന്നവസ്ത്ര വിവൃതോരു കുചപ്രദേശാഃ. ദമ്പതികളായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ലീലകളാണ്. അവിടെ വേറെ ആരും ഇടപെടുന്നില്ല. അവരുടെ മാത്രം സ്വകാര്യ ആനന്ദ നിമിഷങ്ങളാണ്. അതുപോലെ സിഞ്ചന്ത്യ ഉദ്ധൃത ബൃഹത്കബര പ്രസൂനാഃ. സിഞ്ചന്ത്യ എന്ന് പറഞ്ഞാലോ സേചനം ചെയ്യുന്നവരായിട്ട്, വെള്ളം തേവി ഭഗവാനെ കുളിപ്പിക്കുന്നവരായിട്ട്, ഭഗവാന്റെ നേരെ വെള്ളം സേചനം ചെയ്യുന്നുണ്ട്. അത് കൈകളെ കൊണ്ടാവാം, മുമ്പേ പറഞ്ഞ രേചകങ്ങളെ കൊണ്ടാവാം, പീച്ചാങ്കൊഴിലുകൾ കൊണ്ടാവാം, കൈകളെ കൊണ്ട് തേവിയിട്ടാവാം. സിഞ്ചന്ത്യ ഉദ്ധൃത ബൃഹത്കബര പ്രസൂനാഃ. ഉദ്ധൃതം എന്ന് പറഞ്ഞാല് കെട്ടിവെച്ചതൊക്കെ അഴിഞ്ഞുപോയത്, ധരിച്ചത് ഊർന്നുപോയി, അഴിഞ്ഞുപോയി എന്നൊക്കെ അർത്ഥമാണ് ഉദ്ധൃതം. എന്ത്? ബൃഹത്കബര പ്രസൂനാഃ. ബൃഹത്തായ കബരം എന്ന് പറഞ്ഞാലോ വലിയ തലമുടിക്കെട്ടുകൾ. നല്ലോണം തലമുടിയുള്ളവരാണ് ഈ സുന്ദരികളായ സ്ത്രീകളെല്ലാം. അവരുടെ ആ തലമുടിക്കെട്ടുകളെല്ലാം, കബരഭാരമെല്ലാം അഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ പിന്നെ അതിലുള്ള പ്രസൂനങ്ങൾക്ക് എന്ത് സംഭവിക്കും? അതിൽ ചൂടിയിരുന്ന പൂക്കളൊക്കെ അഴിഞ്ഞു വീഴും. അങ്ങനെ ജലാശയത്തിൽ ഇവരുടെ സ്ത്രീകളുടെ തലമുടിയിൽ നിന്ന് വീണതായിട്ടുള്ള പൂമാലകൾ കൂടി പാറിക്കളിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ശരീരത്തിലും ഒക്കെ ആ പൂമാലകളൊക്കെ ചേർന്ന് കിടപ്പുണ്ട്, ഒഴുകിക്കൊണ്ട് അല്ലെങ്കിൽ അഴിഞ്ഞു വീണുകൊണ്ട്. അതാണ് ഉദ്ധൃത ബൃഹത്കബര പ്രസൂനാഃ. ആ രംഗം നമുക്ക് മനസ്സിൽ കാണിച്ചു തരികയാണ് എങ്ങനെ ഇരിക്കും എന്ന്. കാന്തം സ്മരേചക ജിഹീർഷയാ ഉപഗുഹ്യ. കാന്തം കാന്തനായ ഭഗവാനെ രേചക ജിഹീർഷയാ. രേചകം
ഭഗവാന്റെ കയ്യിലും പീച്ചാങ്കുഴലുണ്ട് രേചകം. അതിനെ ജിഹീർഷയ എന്ന് പറഞ്ഞാൽ ഹർത്തുമിച്ചയാ, ഭഗവാന്റെ കയ്യിലുള്ള രേചകത്തെ പിടിച്ചു വാങ്ങിക്കാനായിക്കൊണ്ട്, ഹരിച്ചെടുക്കാൻ, അപഹരിക്കാനായിക്കൊണ്ടുള്ള ഇച്ഛ കൊണ്ട്. അപ്പൊ ഭഗവാനിൽ നിന്ന് ആ രേചകത്തെ, ഭഗവാൻ ഈ സ്ത്രീകളുടെ നേരെ പീച്ചാങ്കുഴലിട്ട് പീച്ചുമ്പോൾ അത് സഹിക്കുന്നില്ല അവർക്ക്. അതിനെ തടയാൻ വേണ്ടി ഭഗവാന്റെ കയ്യിലുള്ള പീച്ചാങ്കുഴലിനെ പിടിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഭഗവാനോ അത് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുവോ? ഇല്ല, ഭഗവാൻ അതിനെ വേഗം വേഗം മറച്ചു പിടിക്കും. അപ്പൊ എന്താണ്, ഭഗവാന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അതിനെ പിടിച്ചു വാങ്ങണം എന്നുള്ള വ്യാജേന ഉപഗുഹ്യ ഭഗവാനെ അവര് ആലിംഗനം ചെയ്യും, ഭഗവാനെ കെട്ടിപ്പിടിക്കും. ഭഗവാന്റെ കയ്യിലുള്ളതായിട്ടുള്ള രേചകം പിടിച്ചു വാങ്ങാൻ എന്നുള്ള വ്യാജേന. അത് വാങ്ങിക്കാനുമാണ്, എങ്കിലും അതിനേക്കാൾ അവർക്ക് ഇഷ്ടം ഭഗവാനെ ആലിംഗനം ചെയ്യാനാണ്. ആ ഒരു കെയർ ഓഫില് ആലിംഗനം കൂടി നടക്കും. രേചകം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അതിനുവേണ്ടി ഒരു ശ്രമം നടത്തും. എന്തിനു വേണ്ടി? വേറെ ആരും പിടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഭഗവാനും മാറി നിൽക്കുക, എന്താ വെറുതെ പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കില്ലല്ലോ. ആ രേചകം പിടിച്ചു വാങ്ങൽ എന്നുള്ള ഉദ്ദേശം പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഉപഗൂഹനം ചെയ്തിട്ട്, ചേർത്ത് പിടിച്ചിട്ട്, ആലിംഗനം ചെയ്തിട്ട് നിർത്താ ഒരു നിർവൃതി അവരടയണം. കാന്തം സ്മരേചക ജിഹീരിഷയാ ഉപഗുഹ്യ ജാതസ്മരോത്സവ ലസദ്വദനാവിരേജുഹു. അപ്പൊ ഭഗവാനെ ആലിംഗനം ചെയ്യുമ്പോൾ എന്തുണ്ടാവും അവരുടെ ഉള്ളില്? സ്മരോത്സവം. സ്മരോത്സവം കാമന്റെ ഉത്സവം എന്ന് പറഞ്ഞാലോ, ആ കാമ പീഡ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു വികാരത്തിന്റെ ഒരു തീവ്രമായിട്ടുള്ള ആ വളർച്ച, ഒരു നിർവൃതി, അത് ജാതമാകുന്നു. ജാത സ്മരോത്സവം, കാമപീഡ വർദ്ധിച്ച അവസ്ഥയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു ഭാവം അനുഭവിക്കുന്നവരായിട്ട് ലസദ്വദന, അത് അവരുടെ മുഖത്ത് കാണാം. ഭഗവാനെ ആലിംഗനം ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ കാമത്തിന്റെ, ശൃംഗാരത്തിന്റെ ഒക്കെ ഔന്നത്യത്തെ പ്രകടിപ്പിക്കുന്ന മുഖം, ലസിക്കുന്ന വദനത്തോടുകൂടിയവരായിട്ട് ആലിംഗനബദ്ധരായി നിർവൃതി അടയുന്നവരായി എന്തെന്നില്ലാത്ത ഒരു ആനന്ദത്തെ അവരനുഭവിക്കണം. സച്ചിദാനന്ദ കട്ടയായ ഭഗവാനെ ആലിംഗനം ചെയ്താൽ അല്ലേ, ധ്യാനത്തിൽ തന്നെ ഭഗവാനെ ചിന്തിക്കുന്നതായിട്ടുള്ള, ഭഗവാന്റെ രൂപത്തെ ചിന്തിക്കുന്ന നമുക്ക് നിർവൃതി ഉണ്ടാവാറുണ്ട്. ക്ഷേത്രങ്ങളിൽ ചെന്ന് ഭഗവാന്റെ വിഗ്രഹങ്ങളെ നേരിൽ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് നിർവൃതി ഉണ്ടാവാറുണ്ട്. നമ്മളൊക്കെ ആനന്ദഭരിതരായി തീരാറുണ്ട്. അപ്പൊ പിന്നെ പ്രത്യക്ഷമായ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ അവതാരമൂർത്തിയായി, ശുദ്ധ സത്വാത്മകനായി ഈ ഗോപികമാർക്ക് അല്ലെങ്കിൽ ഈ തന്റെ പത്നിമാർക്ക് ആലിംഗനം ചെയ്യാനായിട്ട് പ്രത്യക്ഷത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ അവര് നിർവൃതി അടഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അല്ലേ? ഒരു വല്ല കല്ലോ മരമോ എന്തെങ്കിലും ആയിരിക്കണം. ആ കല്ലും മരവും പോലും നിർവൃതി പ്രാപിക്കും. ഭഗവാന്റെ സ്പർശമേൽക്കുമ്പോൾ സകല അചരങ്ങൾ പോലും നിർവൃതിയെ പ്രാപിക്കും. അപ്പൊ പിന്നെ ചരങ്ങളുടെ കാര്യം പറയാനില്ല. അപ്പൊ പിന്നെ ഭഗവാന്റെ അർഹരായ പത്നിമാരുടെ കാര്യം പറയേണ്ടതുണ്ടോ? അവര് നിർവൃതി അടഞ്ഞില്ലെങ്കിൽ വേണം അവരെ വല്ല മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് അയക്കാൻ. അവർ പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, അവർ നോർമലായിട്ടാണ് ഇപ്പോൾ പെരുമാറുന്നത് എന്നർത്ഥം. ഇതാണ് നോർമൽസി. അപ്പൊ തീർച്ചയായിട്ടും ആ ജാതസ്മരോത്സവ ലസദ്വദനാവിരേജു, അവരുടെ ഉള്ളിൽ തള്ളി വരുന്നതായിട്ടുള്ള ആ ഒരു കാമവർദ്ധന, ശൃംഗാരഭാവം എല്ലാം പ്രകടമാകുന്ന ലസിക്കുന്ന വദനത്തോടുകൂടിയവരായി ആ ഗോപികമാർ ഭഗവാനെ ആലിംഗനം ചെയ്ത്, ഇനിയിപ്പോ പീച്ചാങ്കുഴൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് പിടിച്ചെടുക്കാനല്ല ഞങ്ങളുടെ ഉദ്ദേശം, ഈ ഭഗവാനുമായി ഇങ്ങനെ ചേർന്ന് ആലിംഗനബദ്ധരായി ഒന്നായി ചേർന്നിരിക്കുക. ബ്രഹ്മാനന്ദമാണ് അവിടെ അനുഭവിക്കുന്നത്, അല്ലേ? ഭഗവാനുമായി ഒന്നിച്ചു ചേരുക. വൃത്താക്ലിന്ന വസ്ത്രവിവൃതോരു കുചപ്രദേശാഃ സിഞ്ചന്ത്യ ഉദ്ധൃത ബൃഹത്കബരപ്രസൂനാഃ കാന്തം സ്മരേചക ജിഹീരിഷയോപഗുഹ്യ
ജാതസ്മരോത്സവലസദ്വദനാവിരേജുഃ കൃഷ്ണസ്തു തത്സ്തനവിഷജ്ജിതകുങ്കുമസ്രക് ക്രീഡാഭിഷംഗദുതകുന്തളവൃന്ദബന്ധഃ സിഞ്ചന്മുഹുർയുവതിഭിഃ പ്രതിഷിച്യമാനോ രേമേ കരേണുഭിർ ഇവേ ബപതി പരീതഃ കൃഷ്ണസ്തു തത്സ്തനവിഷജ്ജിതകുങ്കുമസ്രക് ക്രീഡാഭിഷംഗദുതകുന്തളവൃന്ദബന്ധഃ സിഞ്ചന്മുഹുർയുവതിഭിഃ പ്രതിഷിച്യമാനോ രേമേ കരേണുഭിർ ഇവ ബപതി പരീതഃ. കൃഷ്ണസ്തു കൃഷ്ണനാകട്ടെ, ഇവരോട് കൂടെ ചേർന്ന് കളിക്കുന്ന ഭഗവാനാകട്ടെ, അത് നല്ലതുപോലെ ആസ്വദിച്ച് അവരെയും സന്തോഷിപ്പിക്കുകയാണ്. തൻ്റെ പത്നിമാർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലൊക്കെ അവരുടെ കൂടെ ചേഷ്ടകൾ ചെയ്ത് അവരെ താലോലിച്ച്, അല്ലേ, എല്ലാവരും സ്നേഹമുള്ളവരുടെ ആലിംഗനവും തലോടലും ലാളനകളും ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഓരോരുത്തരുടെ എന്താ പറയുക, ടെൻഷനുകളും പ്രശ്നങ്ങളും ഒക്കെയാണ് അവരെ തമ്മിൽ അകറ്റുന്നത്. അന്ധക്കരണത്തിലുള്ളതായുള്ള പലതരത്തിലുള്ളതായുള്ള സംഘർഷങ്ങൾ കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാനോ സ്നേഹപ്രകടനങ്ങൾ ആസ്വദിക്കാനോ ഏറ്റുവാങ്ങാനോ പലർക്കും സാധിക്കുന്നില്ല. അവരുടെ പാപം, അവരുടെ ദുരിതം എന്നേ പറയാനുള്ളൂ. ആർക്കാണോ സ്നേഹിക്കുന്ന ആളുകൾ തമ്മിൽ ആലിംഗനം ചെയ്യാനും തലോടാനും ആ സ്നേഹ ലാളനകൾ ഏറ്റുവാങ്ങാനും ലഭിക്കുന്നത് അവർ സുഹൃതികളാണ്, സുഹൃതിനികളാണ്, ഭാഗ്യശാലികളാണ്. ഇപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഇതാണ് ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഗൃഹസ്ഥാശ്രമികളൊക്കെ ചെയ്യേണ്ടത് ഇതാണ്. പക്ഷെ ഇത് മിസ് ചെയ്യണു എല്ലാവരും. പരസ്പരം കലഹിച്ചുകൊണ്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ട്, ഇല്ലാത്ത പ്രശ്നങ്ങളെ ഉണ്ടാക്കി വർദ്ധിപ്പിച്ച് അകന്നകന്നകന്നു പോകുന്ന ദമ്പതികളെയും കുട്ടികളെയും കുടുംബക്കാരെയാണ് നമ്മൾ ഇപ്പോൾ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈഗോ പ്രശ്നങ്ങളും അനാവശ്യ ടെൻഷനുകളും പ്രതീക്ഷകൾ, അനാവശ്യ പ്രതീക്ഷകൾ, ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് തൻ്റെ പാർട്ട്ണർ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ കുറ്റപ്പെടുത്തലുകൾ, അകൽച്ചകൾ പ്രകടിപ്പിക്കൽ, ഇങ്ങനെ നല്ല ദിവസങ്ങളെ, നല്ല നിമിഷങ്ങളെ ഒക്കെ നരകതുല്യമാക്കാൻ, അല്ലേ, നമ്മുടെ ആൾക്കാർ മെനക്കെട്ടുകൊണ്ടിരിക്കുന്നു. അതൊന്ന് മാറ്റി പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുവാനായിക്കൊണ്ട് ദമ്പതികൾ പരിശ്രമിച്ചാൽ രണ്ട് കൂട്ടർക്കും സന്തോഷമാവും. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു പ്രസക്തി ഇല്ലാതാവും. മറ്റത് ചെറിയ പ്രശ്നങ്ങൾ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളായി മാറുന്നത് സ്നേഹമില്ലാത്തടത്താണ്. സ്നേഹമുള്ളിടത്ത് എത്ര വലിയ പ്രശ്നങ്ങളെയും ചെറുതാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു അപ്രോച്ച്, അതാണ് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ദമ്പതികൾക്കും മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. വളർന്നു വരട്ടെ, ഭഗവാൻ കാണിച്ചു തരുന്നു. നമ്മുടെ ഭാഗവതത്തിൽ ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട്. വേണമെങ്കിൽ കണ്ടോളൂ, അല്ല ഇതിനെയൊക്കെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കണമെങ്കിൽ വ്യാഖ്യാനിച്ചോളൂ. ഭഗവാൻ എന്താ ചെയ്യണത്? തത്സ്തന വിഷജ്ജിത കുങ്കുമസ്രക്. ഭഗവാൻ എങ്ങനെയാ കാണപ്പെടുന്നത്? തൽസ്തന വിഷജ്ജിത കുങ്കുമസ്രക്ക്. ഭഗവാന്റെ സ്രക്ക് എന്ന് പറഞ്ഞാൽ മാല. ഇപ്പൊ ഭഗവാൻ ധരിച്ചിരിക്കുന്ന മാലയില് കുങ്കുമം ഷജ്ജിതം, വിഷജ്ജിതം ചേർന്നിരിക്കുന്നത് എന്നർത്ഥം. എവിടുന്നുള്ള കുങ്കുമം? തൽസ്തന, തന്റെ ഈ പത്നിമാരുടെ കുചത്തിൽ പുരട്ടിയിരുന്ന ലേപനം ചെയ്തിരുന്ന കുങ്കുമങ്ങൾ ആലിംഗനബദ്ധനായി തീരുമ്പോൾ ഭഗവാന്റെ മാലയിലൊക്കെ, മാറിൽ ധരിച്ചിരിക്കുന്ന സ്രക്കിൽ അഥവാ പൂമാലകളിൽ, വനമാലയിലൊക്കെ അത് ചേർന്നിട്ട് കലർന്നിട്ട് അങ്ങനെയുള്ള വേഷം ഇതാക്കുന്നു. അപ്പോൾ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ ഫ്രഷ് മാല ധരിച്ച ആളല്ല,
ഭാര്യമാരുടെ ആലിംഗനം കഴിഞ്ഞ് അവരുടെ കുജകുങ്കുമങ്ങൾ പുരണ്ടിരിക്കുന്നതായിട്ടുള്ള മാലയോടുകൂടി നിൽക്കുന്നവനായിട്ട്, മന്മഥനായിട്ട്, മദനകേളി വിവശനായി നിൽക്കുന്നതായിട്ടുള്ള ഗൃഹസ്ഥാശ്രമിയായ കൃഷ്ണൻ. തൽസ്തനവിഷജ്ജിത കുങ്കുമസ്രക് ക്രീഡാഭിഷംഗ ദുതകുന്തള വൃന്ദബന്ധ. ഭഗവാന്റെ കുന്തളവൃന്ദ ബന്ധം, കുന്തളവൃന്ദം എന്ന് പറഞ്ഞാൽ തലമുടിയുടെ സമൂഹം, അതിന്റെ ബന്ധം അത് കെട്ടിവെച്ചിരുന്നത്, ഭഗവാൻ തലമുടി കെട്ടിവെച്ചിരുന്നത് ക്രീഡാഭിഷംഗം, ക്രീഡയിലുള്ള അഭിഷംഗം കൊണ്ട്. അഭിഷംഗം ആഭിമുഖ്യം, ആസക്തി അല്ലെങ്കിൽ അഭിനിവേശം എന്നൊക്കെ അർത്ഥമാണ്. അതിയായ ആ താല്പര്യപൂർവമുള്ള ക്രീഡ ചെയ്തതുകൊണ്ട് ഭഗവാന്റെ ആ കുന്തളവൃന്ദ ബന്ധം ദുതം എന്ന് പറഞ്ഞാൽ ഇവിടെ അഴിഞ്ഞ എന്നർത്ഥത്തിലാണ്. കെട്ടഴിഞ്ഞതായിട്ടുള്ള, അതിന്റെ പൊസിഷൻ നഷ്ടപ്പെട്ടതായിട്ടുള്ള. എങ്ങനെ ഇരിക്കണോ തലമുടിക്കെട്ട് അങ്ങനെയല്ല ഇരിക്കണത്, അത് അതിന്റെ സ്വരൂപം വിട്ട് അഴിഞ്ഞുലഞ്ഞതായിട്ടുള്ള ഭാവത്തിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ ക്രീഡയിലുള്ള അഭിഷംഗം കൊണ്ട് ദുതമായ കുന്തള വൃന്ദത്തിന്റെ ബന്ധത്തോടു കൂടിയവനായിട്ട്, തലമുടിക്കെട്ടെല്ലാം അഴിഞ്ഞുലഞ്ഞവനായിട്ട്, പരന്ന് പാറിക്കളിക്കുന്നവനായിട്ട്. മുഹുഹു സിഞ്ചൻ, വീണ്ടും വീണ്ടും താനും അവരുടെ മേലേക്ക് വെള്ളം തേകുന്നുണ്ട്. ഈ രേചകം കൊണ്ടും കൈകളെ കൊണ്ടുമൊക്കെ ഭഗവാൻ അങ്ങോട്ടും സേചനം ചെയ്യുന്നവനായിട്ട്. യുവതീഭിഹി പ്രതിഷിച്യമാനഃ, ആ യുവതികളാൽ തിരിച്ചടിക്കപ്പെടുന്നവനായിട്ട്, പ്രതിഷേധനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ അങ്ങട് ആരുടെ നേരെ തേവിയോ അവര് തിരിച്ചിങ്ങട് ഭഗവാന്റെ നേരെ വെള്ളം തേവുക, അവര് പീച്ചാങ്കുഴൽ കൊണ്ട് ഭഗവാനെ പീച്ചുക. അങ്ങനെ പ്രതിഷിച്യമാനഃ കൃഷ്ണഃ തു. എങ്ങനെ രമേ എന്ന് പറഞ്ഞാൽ രമിച്ചു, ക്രീഡ ചെയ്തു. ഏതുപോലെ? കരേണുഭിഹി പരീതഃ ഇവ പതിഹി ഇവ. കരേണുഭിഹി പരീതഃ, കരേണുക്കൾ പിടിയാനകൾ, പരീതഃ ചുറ്റപ്പെട്ടവനായ, ഇബപതിഹി ഗജേന്ദ്രൻ, ഇഭങ്ങളുടെ പതി. ഇഭം ആനയാണ്, ആനയുടെ പതി ഇഭപതി, ആനകളുടെ കൂട്ടത്തിന്റെ പതി ഗജേന്ദ്രൻ. ഗജേന്ദ്രൻ എങ്ങനെയാണോ തന്റെ ഗജനികളോടുകൂടി അഥവാ കരുണികളോടുകൂടി വെള്ളം തേവി കളിച്ചുകൊണ്ട് വിഹരിച്ചത് അല്ലെങ്കിൽ വിഹരിക്കുന്നത് ജലാശയങ്ങളിൽ, അതുപോലെ ഒരു മതയാനയെ പോലെ ഭഗവാൻ ഈ സ്ത്രീകളുടെ നടുവിൽ വെള്ളം തേവി കളിച്ചുകൊണ്ട് തന്റെ ആ എന്താ പറയുക ശരീരത്തിന്റെ ആ പ്രത്യേക വേഷഭാവങ്ങളോടുകൂടി തലമുടിയെല്ലാം അഴിഞ്ഞവനായി, മാറത്തെ മാലയിലെല്ലാം അവരുടെ സ്ത്രീകളുടെ കുജകുങ്കുമങ്ങളെല്ലാം പരന്നവനായി, ശൃംഗാര ലോലനായി സ്ത്രീകളെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ രമിച്ചു. രമേ, സന്തോഷിച്ചു, കളിച്ച് രമിച്ചു എന്നർത്ഥം. രമ എന്ന് പറഞ്ഞാൽ ക്രീഡ, രമ ക്രീഡായാം, ആ ക്രീഡ ചെയ്തു എന്നർത്ഥം. കൃഷ്ണസ്തു തത്സ്തന വിഷജ്ജിത കുങ്കുമസ്രക്രീഡാഭിഷംഗദുതകുന്തള വൃന്ദബന്ധ സിഞ്ചൻ മുഹുർ യുവതിഭിഃ പ്രതിഷിച്യമാനോ രേമേ കരേണുഭിർ ഇവ ഇവപതി പരീത. അപ്പോ എന്താ പറയുക, നമ്മുടെ ഇടയിലുള്ള ഗൃഹസ്ഥാശ്രമികളായ യൗവനയുക്തരായ ദമ്പതികൾക്കൊക്കെ മാതൃകയായിട്ട് ഭഗവാൻ കാണിച്ചു തരികയാണ് ജീവിതം, ഗൃഹസ്ഥാശ്രമ ജീവിതം. ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ ആസ്വദിച്ചോളൂ, ആസ്വദിച്ചിട്ട് വേണം എല്ലാറ്റിലും അറിവ് കൊണ്ട് വിരക്തി ഉണ്ടാകാൻ. എല്ലാം അനുഭവിച്ച ശേഷം എല്ലാം മതിയായി എന്ന് ബോധം വരണം. അത് വിവേകം കൊണ്ടാണ് ഉണ്ടാവുക. ഇതൊന്നും ആസ്വദിക്കാതെ വൈരാഗ്യം വന്നാൽ ചിലപ്പോൾ എന്താ പറയുക, പിന്നീട് ഉള്ളിൽ ആഗ്രഹങ്ങൾ പൊങ്ങി വരാം. മറ്റത് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നറിയണം, ഇതിൻ്റെയൊക്കെ പരിമിതികൾ മനസ്സിലാക്കണം. ഇത്രയേ ഉള്ളൂ എന്നും കൂടി മനസ്സിലാക്കി അതിൽ മതി വരണം. നടാനാം നർത്തകീനാം ച ഗീതവാദ്യോപജീവിനാം ക്രീഡാലങ്കാരവാസാംസി കൃഷ്ണോദാത്തസ്യ ച സ്ത്രിയഃ. നടാനാം നർത്തകീനാം ച ഗീതവാദ്യോപജീവിനാം ക്രീഡാലങ്കാരവാസാംസി കൃഷ്ണോദാത്തസ്യ ച സ്ത്രിയഃ.
ഇപ്പൊ ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന വാദ്യഘോഷാദികൾ പാട്ടുകളൊക്കെ ചെയ്യുന്ന അകമ്പടി സേവിക്കുന്നതായ ആളുകൾക്ക് ഭഗവാനും ഭഗവാന്റെ പത്നിമാരായ സ്ത്രീകളും ധാരാളം സമ്മാനങ്ങളെ കൊടുത്ത് സന്തോഷിപ്പിച്ചു എന്നർത്ഥം. അവർക്ക് ടിപ്സ് ഒക്കെ കൊടുത്തു ധാരാളം. തങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് വാദ്യഘോഷങ്ങൾ, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, പാട്ടുപാടി സന്തോഷിപ്പിക്കുക. അങ്ങനെ ഒരു എന്താ പറയുക, ഇവർക്ക് ആ ജലവിഹാരവും മറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം വേണോ സൗകര്യങ്ങൾ അതെല്ലാം ചെയ്തു കൊടുക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള നടാനാം നർത്തകീനാം ച, നടന്മാര് എന്നുവെച്ചാൽ വേഷം കെട്ടി ഓരോരോ നൃത്തങ്ങളും അതുപോലെ വേഷങ്ങളൊക്കെ ചെയ്യുന്നവരും, നർത്തകീനാം കളിക്കുന്ന നർത്തകികൾക്കും, ഗീതവാദ്യ ഉപജീവിനാം കലാകാരന്മാർ നല്ലപോലെ ഗാനം ചെയ്യുക, വാദ്യങ്ങൾ ഘോഷിക്കുക, ഇതൊക്കെ ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നവരായ ആളുകൾക്കും, കൃഷ്ണനും, തസ്യ സ്ത്രീയ ച, ഭഗവാന്റെ പത്നിമാരും, അല്ലേ, ഭഗവാന്റെ കൂടെ പത്നിമാരും ആ സന്തോഷപൂർവ്വം അതിൽ പങ്കാളികളാവുകയാണ്. ഭാര്യയും ഭർത്താവും ഒരു മനസ്സോടെ കൂടെ തങ്ങളെ സേവിക്കുന്ന ആളുകളെ തിരിച്ചും അതുപോലെ സന്തോഷിപ്പിക്കണം. മറ്റേത് ഒരാൾക്ക് തിരിച്ച് സന്തോഷിപ്പിക്കണം എന്ന മനസ്സുണ്ടെങ്കിൽ മറ്റൊരാൾ തടയും. ഇത് നല്ലതല്ല. രണ്ടുപേരും ഐക്യത്തോടുകൂടി തങ്ങളെ സേവിക്കുന്ന ഭൃത്യന്മാരെ അങ്ങോട്ടും സന്തോഷിപ്പിക്കുന്ന ശീലം ഉണ്ടാവണം. എങ്കിൽ അവർ സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ നിൽക്കും. ഈ സേവകന്മാരുടെ സേവ നമുക്ക് എന്നും ഉണ്ടാവും. മറ്റത് അവർ അതൃപ്തരായിരിക്കും, നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട്, അല്ലെ, മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞു കൊടുക്കുകയും കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ലത് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടേക്ക് ചാടിപ്പോവുകയും ചെയ്യും. അപ്പോൾ സ്വന്തം സേവ ചെയ്യുന്ന ഭൃത്യന്മാരെ വേണ്ട പോലെ സന്തോഷിപ്പിക്കുക എന്നതും ഒരു മനുഷ്യത്വമാണ്, അതൊരു കലയാണ്, അതൊരു നല്ല സ്വഭാവമാണ്. അതും വേണം. അല്ലാതെ നമ്മൾ സമ്പാദിച്ചതൊക്കെ നമുക്ക് മാത്രം, മറ്റുള്ളവർക്കൊന്നും ഒന്നും കൊടുക്കാതിരിക്കുക, നമ്മളെ സേവിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാടുകൾ അറിയാതിരിക്കുക, അവരുടെ വീട്ടിൽ എന്തെല്ലാം ദുരിതങ്ങളുണ്ട് എന്ന് അന്വേഷിക്കാതിരിക്കുക, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതിരിക്കുക, ഇതൊക്കെ മനുഷ്യത്വരാഹിത്യമാണ്. അപ്പോൾ അവർ നമ്മളെ വെറുത്തു പോകും. അപ്പം അതൊക്കെ ഭഗവാൻ മാതൃക കാണിച്ചു തരുന്നു. അവിടെ തങ്ങളെ സന്തോഷിപ്പിക്കുന്നവർക്കൊക്കെ അങ്ങോട്ട് സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നു. അവർക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റു സമ്മാനങ്ങളും ധനവും ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നു എന്നർത്ഥം. നടാനാം നർത്തകീനാം ച ഗീതവാദ്യ ഉപജീവിനാം ക്രീഡാലങ്കാരവാസാംസി, അവർക്കും കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. ക്രീഡ അലങ്കാര വസ്ത്രങ്ങളെ, അവർക്കും ക്രീഡിക്കാനുള്ള വസ്തുക്കൾ, അലങ്കരിക്കാനുള്ള വസ്തുക്കൾ, മറ്റു വസ്ത്രങ്ങൾ മുതലായതും കൊടുത്ത് അതാത് എന്ന് പറഞ്ഞാൽ ദാനം ചെയ്തു, അവരെയും സന്തോഷിപ്പിച്ചു. അതാത് തസ്യച സ്ത്രീയ, ഭഗവാന്റെ സ്ത്രീകളും കൊടുത്തു. കൃഷ്ണസ്യൈവം വിഹരതോ ഗത്യാലാപേക്ഷിതസ്മിതൈഃ നർമ്മക്ഷ്വേല്ലി പരിഷ്വംഗൈഃ സ്ത്രീണാം കില ഹൃതാദിയഃ. കൃഷ്ണസ്യൈവം വിഹരതോ ഗത്യാലാപേക്ഷിതസ്മിതൈഃ നർമ്മക്ഷ്വേളി പരിഷ്വംഗൈഃ സ്ത്രീണാം കില ഹൃതാദിയഃ. ഏവം വിഹരതഃ കൃഷ്ണസ്യ, ഇപ്രകാരം വിഹരിക്കുന്നവനായ കൃഷ്ണന്റെ ഗതി ആലാപ ഈക്ഷിത സ്മിതൈഃ, ഗത്യാലാപേക്ഷിത സ്മിതൈഃ. ഗതി ആലാപം ഈക്ഷിതം സ്മിതം. ഗതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സഞ്ചാരം, ഗമനം, ഭഗവാന്റെ എന്താ പറയുക, മത്തഗജത്തെ പോലെയുള്ള നടത്തം, കുലുങ്ങി കൊണ്ടുള്ളതായിട്ടുള്ള നടനം. അതുപോലെ തന്നെ ആലാപം, ഭഗവാന്റെ സല്ലാപങ്ങൾ, ഭഗവാന്റെ വാക്കുകൾ, നല്ല രീതിയിൽ എല്ലാവരോടും സംഭാഷണം ചെയ്യുന്നത്. ഈക്ഷിതം, എല്ലാവരെയും കരുണയോടെയും വാത്സല്യത്തോടെയും നോക്കുന്ന നോട്ടങ്ങൾ. അതുപോലെ ഭാര്യമാരെ ശൃംഗാരപൂർവമുള്ളതായിട്ടുള്ള നോട്ടങ്ങൾ. ഇങ്ങനെ ഓരോരുത്തരെയും എങ്ങനെ നോക്കണം അങ്ങനെ നോക്കുന്നവനായിട്ട് ആലാപം, ഈക്ഷിതം, സ്മിതം, പുഞ്ചിരി, ഏതൊക്കെ രീതിയിൽ ആരോടൊക്കെ ചിരിക്കണമോ അങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ ചിരികൾ. അതുപോലെ തന്നെ നർമ്മ ക്ഷേളി പരിഷ്വംഗൈഃ, നർമ്മം എന്ന് പറഞ്ഞാൽ തമാശകൾ, നേരം പോക്കുകൾ പറയുക, നേരം പോക്കുകൾ പറഞ്ഞുകൊണ്ടും. ക്ഷേളി എന്ന് പറഞ്ഞാൽ കേളിയായിട്ട് പറയുന്ന വാക്കുകൾ, കപട ഉക്തി,
കളിയാക്കാൻ പറയുന്ന വാക്കുകൾ, അതുപോലെ പരിഷ്വംഗം ആലിംഗനം. അപ്പോൾ തൻ്റെ ഭാര്യമാരോടും മറ്റുമൊക്കെ ഭഗവാൻ ചെയ്യുന്ന നേരം പോക്ക്, കപടവചനം അല്ലെങ്കിൽ ഗൂഢമായി പറയുന്ന വാക്കുകൾ, എന്താ പറയുക, ദ്വയാർത്ഥ പ്രയോഗ, ഇതൊക്കെ ഉള്ളതാണ് ക്ഷേളി. അതുപോലെ ആലിംഗനം മുതലായവ കൊണ്ടും സ്ത്രീണാം ദിയഃ ഹൃദാഃ കില, സ്ത്രീകളുടെ ബുദ്ധികളെ, ദിയഃ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിനെ, ഹൃദാഃ കില അപഹരിക്കപ്പെട്ടുവല്ലോ. അപ്പോൾ ഭഗവാന്റെ 16,008 ഭാര്യമാരുടെയും മനസ്സിനെ, അന്ധകരണത്തെ മുഴുവൻ ഭഗവാൻ തന്നിലേക്ക് ചേർത്തു വെച്ചു, ആകർഷിച്ചു. അവർക്കിനി വേറൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും കൃഷ്ണചിന്ത തന്നെ ആക്കിത്തീർത്തു. ഭഗവാന്റെ ആ ഒരു സ്നേഹപ്രകടനങ്ങൾ, വാത്സല്യ പ്രകടനങ്ങൾ, ശൃംഗാരഭാവങ്ങൾ, ചേഷ്ടകൾ, ഭാര്യമാരെന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടുള്ളതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തികളെല്ലാം കൊണ്ടും എക്സൈറ്റഡ് ആയിരിക്കും എപ്പോഴും കൃഷ്ണപത്നിമാര്. അടുത്തത് ഭഗവാൻ എന്താ നമ്മളോട് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാ പെരുമാറാൻ പോകുന്നത്, എന്ത് തമാശ പറയാൻ പോകുന്നത്. അപ്പോൾ കൃഷ്ണന്റെ അടുത്തേക്ക് അവര് എപ്പോഴും ആകൃഷ്ടരായിക്കൊണ്ടേയിരുന്നു. അവരുടെ മനസ്സ് ഹരിക്കപ്പെട്ടു. കാരണം മനസ്സ് എവിടെയാണോ ഇരിക്കുക അവിടെയാണ് ശരീരവും ഇരിക്കുക. അപ്പോൾ ഭഗവാൻ തന്നെ അവരുടെ മനസ്സിനെയൊക്കെ അപഹരിച്ചു. അതുകൊണ്ട് തന്നെ അവര് എപ്പോഴും ഭഗവാന്റെ അടുത്ത് തന്നെ ഇരിക്കാൻ ആഗ്രഹിച്ചു. ഭഗവാൻ അവരുടെ മനസ്സിനെയൊക്കെ തന്നോട് ചേർത്തു. അപ്പം നിരോധം എന്നുള്ളതായിട്ടുള്ള ലക്ഷണമാണ് ഈ ദശമസ്കന്ധം. ഭഗവാൻ ആരെയൊക്കെ എങ്ങനെയൊക്കെ മനസ്സിനെ നിരോധിച്ചു എന്നുള്ളത് കൃഷ്ണാവതാരത്തിൻ്റെ ഓരോ ലീലകളിലൂടെ വർണ്ണിച്ചു വന്നതാണ്. അവസാനത്തെ അധ്യായത്തിൽ തൻ്റെ പത്നിമാരുടെ ഹൃദയത്തെ പരിപൂർണമായി തന്നിലേക്ക് ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവരും കൃഷ്ണൈക മനസ്കകളായി തീർന്നു. കൃഷ്ണനെ തന്നെ ചിന്തിക്കുന്ന ഗോപികമാരെങ്ങനെയാണോ തന്മനസ്ക തഥാലാപ എന്നൊക്കെ പറഞ്ഞത് അതേപോലെ ആയിത്തീർന്നു. ഇനി അവര് കൃഷ്ണപത്നിമാർ തമ്മിൽ കണ്ടാലും കൃഷ്ണ മാഹാത്മ്യം പറയുക എന്നല്ലാതെ വേറൊന്നും പറയാനില്ല അവർക്ക്. അസൂയയും കുനിഷ്ടും കുശുമ്പും ഒക്കെ അവരിൽ നിന്ന് അകന്നു പോകും. എപ്പോഴും സന്തുഷ്ടരായിരിക്കും. ഭഗവത് ചിന്ത എല്ലാവരെയും ആനന്ദത്തിലേക്ക് എത്തിക്കും. അങ്ങനെ എപ്പോഴും ആനന്ദത്തോടുകൂടി കഴിഞ്ഞു ആ മറ്റേ കൃഷ്ണപത്നിമാരെന്ന് പറയണം. കൃഷ്ണസ്യൈവം വിഹരതോ ഗത്യാലാപേക്ഷിതസ്മിതൈഃ നർമ്മക്ഷേളി പരിഷ്വംഗൈഃ സ്ത്രീണാം കില ഹൃദാദിയഃ. ഇപ്പം നമ്മളും ഭഗവാന്റെ ഈ ലീലകളെയൊക്കെ മനസ്സിരുത്തി ആസ്വദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സും ഭഗവാനാൽ ഹരിക്കപ്പെടും. നമ്മളും എപ്പോഴും ഭഗവാന്റെ അടുത്ത് തന്നെ ഇരിക്കും. ഭഗവാന്റെ അടുത്തിരിക്കലാണ് ഉപാസന. മനസ്സ് ബഹിർമുഖമായി പോകാതിരിക്കലാണ് നിരോധം, ചിത്തവൃത്തി നിരോധം. അപ്പൊ നമുക്ക് എന്താ പറയുക, മുറുകെ പിടിക്കാൻ വളരെ വിലപിടിച്ചതായിട്ടുള്ള വസ്തുവായ ഭഗവാനെ കിട്ടിയിരിക്കുമ്പോൾ അനിത്യവും അസുഖവുമായ ഈ ലോകത്തിന്റെ പുറകെ പോകേണ്ടതുണ്ടോ? അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഇതാണ് ഭഗവാൻ തൻ്റെ ലീലകളിലൂടെ നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തി തരുന്നത്. ഊചുർമുകുന്ദൈകധിയോ ഗിര ഉന്മത്തവജ്ജടം ചിന്തയന്ത്യോരവിന്ദാക്ഷം താനിമേകതദശൃണു. ഊചുർമുകുന്ദൈകധിയോ ഗിരഃ ഉന്മത്തവജ്ജടം ചിന്തയന്ത്യോരവിന്ദാക്ഷം താനിമേകതദശൃണു. ഊചുഹു പറഞ്ഞു. ആര് പറഞ്ഞു? ഈ സ്ത്രീകൾ പറഞ്ഞു, ഈ ഭഗവാന്റെ പത്നിമാർ പറഞ്ഞു. എങ്ങനെയുള്ളവർ? മുകുന്ദൈകധിയഃ, മുകുന്ദനിൽ തന്നെ ഏകധീയായിട്ടുള്ളവർ. ഒറ്റ മനസ്സ്, ഒറ്റ ബുദ്ധി, ഏകാന്ത ബുദ്ധി. മറ്റുള്ള എല്ലാം ബുദ്ധിയിൽ നിന്ന് പോയി മുകുന്ദൻ മാത്രം, മോക്ഷദാതാവായ ഭഗവാനാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ.
ഭഗവാൻ മുകുന്ദനാണ്. അത് അവർക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. അവർ ഭഗവാനെ മുകുന്ദനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, മോക്ഷദാതാവാണെന്നുള്ള ഭാവത്തിലല്ല, അവരുടെ പ്രിയപ്പെട്ട ഭർത്താവായി, അവരുടെ എല്ലാമായി, സർവസ്വവുമായി. ഈ ഭഗവാൻ ഇല്ലെങ്കിൽ നമ്മളില്ല. ഈ ഭഗവാനെ കൂടാതെ നമ്മൾ ശൂന്യമാണ്. നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഇങ്ങനെ ചിന്തിക്കുന്നവരായ മുകുന്ദ ഏകദിയ അവര് എന്ത് ചെയ്തു? ഊജുഹു പറഞ്ഞു. എങ്ങനെ? ഉന്മത്തവത്, ഉന്മാദം ബാധിച്ചവരെ പോലെ, ഭ്രാന്ത് പിടിച്ചവരെ പോലെ എന്ന് പറഞ്ഞാൽ സെൻസ് ഇല്ലാത്തവരെ പോലെ, അല്ലേ? മറ്റുള്ളവർ ചുറ്റുമുണ്ട്, അവരെന്ത് കരുതും എന്നുള്ള കോൺഷ്യസ് ആണ് നമ്മളൊക്കെ. നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോഴും എന്തെങ്കിലും പറയുമ്പോഴൊക്കെ ചുറ്റുപാടും നോക്കിയിട്ടാണ് പറയുക. ചുറ്റുപാടും ആരും കേൾക്കാനൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് വിഡ്ഢിത്തരവും പറയും. അല്ലെങ്കിൽ നമ്മൾ വളരെ ഫോർമലായി, വളരെ സദാചാരമുള്ളവരായി പെരുമാറും. നല്ല ബോധമുള്ള വാക്കുകൾ മാത്രം പറയും. അതല്ല ഇവിടെ ഉന്മത്തവത്. മദ്യപാനം ചെയ്തവർക്ക് ആ ഒരു കോൺഷ്യസ് നഷ്ടപ്പെടുന്നു. ഈ ഒരു ബാഹ്യബോധം നഷ്ടപ്പെട്ടുകൊണ്ട് അവര് ഇൻടോക്സിക്കേറ്റഡ് ആവുന്നു. അപ്പോൾ അവർക്ക് ലജ്ജയില്ലാതാവുന്നു. ചുറ്റുപാടുകളെ മറന്നുകൊണ്ട് എന്തും പറയുന്നു. അപ്പം അതുപോലെ അല്ലേ, ഒരു കായ തന്നെയുണ്ട്, ഉമ്മത്തും കായ എന്ന് പറഞ്ഞിട്ട്. ഉന്മത്തമുണ്ടാക്കുന്ന കായാണ്, ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു കായാണ് ഉമ്മത്തും കായ എന്ന് പറയുന്ന കായ. അപ്പോൾ അത് കഴിച്ചാലും ഇതുപോലെയൊക്കെ ആവും. ഉന്മാദം ബാധിക്കും, ഭ്രാന്ത് പിടിക്കും, ബുദ്ധിഭ്രമം ഉണ്ടാകും. അതുപോലെ ഉന്മത്തവത് ജഡം, ജഡമായിട്ട് എന്ന് വെച്ചാൽ വിചാരശൂന്യമായിട്ട്, ബുദ്ധിയില്ലാത്തവരെ പോലെ. അരവിന്ദാക്ഷം ചിന്തയന്ത്യ, ആ താമര കണ്ണനെ തന്നെ മനസ്സിൽ ചിന്തിക്കുന്നവരായിക്കൊണ്ട്, ഭഗവാനെ തന്നെ ചിന്തിക്കുന്നവരായിക്കൊണ്ട്. ഗിരഹ ഊചുഹു, ഈ വാക്കുകളെ പറഞ്ഞു. പല വാക്കുകളും പിച്ചുംപേയും പറഞ്ഞു. അവര് വളരെ സെൻസിബിൾ ആണെന്നൊന്നും കേട്ടുകഴിഞ്ഞാൽ തോന്നില്ല, അല്ലേ? സെൻസിബിൾ ആയിട്ടുള്ള ആളുകൾ പറയും പോലെ അല്ല അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിലുള്ള മുഴുവൻ സെൻസിനെയും നോക്കണ്ട. ഇതെന്താ, അത് യുക്തിയില്ല, അതെന്തൊക്കെയാ പറഞ്ഞിരിക്കണത് എന്ന് ഇനി വരാനിരിക്കുന്ന ശ്ലോകങ്ങളിലെ യുക്തിയൊന്നും തിരയണ്ട. അത് സെൻസിബിൾ ആയിട്ട് പറഞ്ഞതല്ല, പിച്ചും പേയും പറഞ്ഞതാണ്. പക്ഷെ അതിൽ നിന്നും ചിലതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതാണ് കൃഷ്ണ അരവിന്ദാക്ഷം ചിന്തയന്ത്യ ഗിരഹ ഊജുഹു ഗതതഃ മേ താനി ശൃണു. ഗതതഃ മേ, പറയുന്നവനായ എന്നിൽ നിന്ന്, താനി ശൃണു, കുറച്ച് കേട്ടോളൂ. അവർ പറഞ്ഞ പിച്ചും പേയും പറഞ്ഞതിൽ ചിലത് ഞാൻ എടുത്ത് പറയാം. എനിക്ക് തോന്നുന്നത്, ഓർമ്മ വരുന്നത് ചില കാര്യങ്ങൾ ഞാൻ പറയാം, കേട്ടോളൂ എന്ന് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയണം. ശ്രീശുക ബ്രഹ്മർഷിക്ക് വ്യാസൻ പറഞ്ഞു കൊടുത്തു, വ്യാസന് നാരദൻ പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ ധ്യാനത്തിൽ നിന്ന് എല്ലാം ഫസ്റ്റ് ഹാൻഡായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നവരാണ് ശ്രീശുക ബ്രഹ്മർഷിയും വ്യാസനും എല്ലാവരും. ഇനി ശ്രീശുകന് തന്നെ അതെല്ലാം കേൾക്കാം. അദ്ദേഹം കണ്ണടച്ച് ആ കാലത്തേക്ക്, ആ ദേശത്തേക്ക് തിരിച്ചു പോകാൻ കഴിവുള്ള ആളാണ്, ത്രികാലജ്ഞാനിയാണ്. അപ്പോൾ കൃഷ്ണപത്നിമാർ എന്തെല്ലാം അവിടെ പറഞ്ഞു എന്നുള്ളത് അദ്ദേഹം ചിലത് കോട്ട് ചെയ്യണ്, ചില പത്നിമാർ പറഞ്ഞ കാര്യങ്ങളെ കോട്ട് ചെയ്യണത്. അങ്ങനെയൊക്കെയാണ് പരീക്ഷത്തെ അവർ പിച്ചും പേയും പറഞ്ഞത്. പിച്ചും പേയും പറഞ്ഞത് എന്ന് നമ്മൾ എടുക്കണം. അപ്പോൾ അവർക്ക് ബോധം നഷ്ടപ്പെട്ടവരെ പോലെയാണ് ഉന്മത്തവത്. ഭഗവാൻ ചിലപ്പോൾ അടുത്തുണ്ടാവാം, കാണാൻ കഴിയില്ല അവർക്ക്. അല്പനേരം കാണാതായാൽ പരിഭ്രമിക്കും, അവരുടെ ബുദ്ധിയൊക്കെ കെട്ടുപോകും. അങ്ങനെ പല രീതിയിലാണ്. ചിലപ്പോൾ ഭഗവാൻ അകലേക്ക് എന്തെങ്കിലും കാര്യത്തിന് പോകാം, ചിലപ്പോൾ മറഞ്ഞിരിക്കാം. ഇവരെന്ത് പറയണോ നോക്കട്ടെ, അല്ലേ? ഒളിഞ്ഞിരിക്കുക, കുട്ടികൾ തമ്മിൽ ഒളിച്ച് കളിക്കും പോലെ. ചില ഇപ്പോഴും
ജീവിതം ആസ്വദിക്കുന്നവർ ഇങ്ങനെയുള്ള നർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ മറഞ്ഞിരിക്കുക, ഒളിച്ചിരിക്കുക, സസ്പെൻസ് ഉണ്ടാക്കുക. കുട്ടികളും അതുപോലെ ചെയ്യാറുണ്ട്. അമ്മയച്ഛനും വീട്ടിലേക്ക് വരുമ്പോൾ ഒളിഞ്ഞിരിക്കുക. അപ്പം അതുപോലെ ഭഗവാനും കളിച്ചിട്ടുണ്ടാവും. കുറച്ച് മറഞ്ഞിരിക്കുമ്പോൾ, ഭഗവാനെ കാണാതാവുമ്പോൾ, രാത്രിയിൽ അടുത്ത് നോക്കുമ്പോൾ കിടക്കയിൽ ഭഗവാനെ കാണാനില്ല. ഒന്നിച്ച് ആലിംഗനബദ്ധരായി കിടന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ കൃഷ്ണനെ കാണാനില്ല. ഭഗവാൻ മറഞ്ഞ് സസ്പെൻസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവരെന്തൊക്കെ പറയണോ പിച്ചും പേയും. അങ്ങനെ വേണം നമ്മൾ ഈ ഒരു ഭാഗത്തെ കാണാൻ. മഹിഷ്യൗചുഹു കുരരിവിലപസിത്വം വീതനിദ്രാനശേഷേ സ്വപിരി ജഗതി രാത്ര്യാം ഈശ്വരോ ഗുപ്തബോധഃ വയമിവ സഖി കച്ചിത് ഗാഢനിർഭിന്നചേതാ നളിനനയനഃ സോദാരലീലക്ഷിതേന. മഹിഷ്യ ഊജുഹു കുരരിവിലപസിത്വം വീതനിദ്രാനശേഷേ സ്വപിതി ജഗതി രാത്ര്യാം ഈശ്വരോ ഗുപ്തബോധഃ വയമിവ സഖി കച്ചിത് ഗാഢനിർഭിന്നചേതാഃ നളിനനയനഃ സോദാരലീലക്ഷിതേന. ഓരോ ശ്ലോകങ്ങളും ഓരോ വൃത്തത്തിലാണ് ഇനി വരാനിരിക്കുന്നതൊക്കെ. കാരണം അത് ഓരോരുത്തർ പറഞ്ഞ പോലെ, ഓരോ സ്ത്രീകൾ പറയുന്നത് ഓരോ വൃത്തത്തിൽ. നേത്രേ നിമീലയസി നക്തമദൃഷ്ടബന്ധുഃ ത്വം രോരവീഷി കരുണം വദ ചക്രവാകി ദാസ്യം ഗദാ വയമിവാച്യുതപാദജുഷ്ടാം കിം വാ സ്രജം സ്പൃഹയസേ കപരേണ വോഢും. ഭോ ഭോ സദാ നിഷ്ടനസേ ഉദന്വൻ അലബ്ധനിദ്രോധിഗത പ്രജാകരഃ കിം വാ മുകുന്ദാപഹൃദാത്മലാഞ്ജനഃ പ്രാപ്താം ദശാം ത്വം ചഗതോ ദുരത്യയാം. ത്വം യക്ഷ്മണാ ബലവതാസി ഗൃഹീത ഇന്ദോ ക്ഷീണസ്തമോ നിജദീതി ദിഭിഃ ക്ഷിണോഷി കച്ചിന്മുകുന്ദഗതിദാനി യദാ വയം ത്വം വിസ്മൃത്യ ഭോ സ്ഥഗിതഗീർ ഉപലക്ഷ്യസേനഃ. കിം ത്വാചരിതമസ്മാഭിർമലയാനിലതേ പ്രിയം ഗോവിന്ദാപാംഗനിർഭിന്നേ ഹൃദീരയസി നസ്മരം. മേഘശ്രീമൻ ത്വമസി ദയിതോ യാദവേന്ദ്രസ്യ നൂനം ശ്രീവത്സാംഗം വയമിവ ഭവാൻ ധ്യായതി പ്രേമബദ്ധഃ. അത്യുൽകണ്ഠഃ ശബളഹൃദയോസ്മദ്വിദോ ബാഷ്പഗാരാഃ സ്മൃത്വാ സ്മൃത്വാ വിസൃജസി മുഹുർദുഃഖദസ്തൽപ്രസംഗഃ. പ്രിയരാവപദാനി ഭാഷസേ മൃദസഞ്ജീവികയാനയാ ഗിര കരവാണി കിമദ്യത്തെ പ്രിയം വദ മേ വൽഗിതകണ്ഠകോകില. ന ചലസി ന വദസി ഉദാരബുദ്ധേ ക്ഷിതിധര ചിന്തയസേ മഹാന്തമർത്ഥം അപിപദ വസുദേവനന്ദനാംഗ്രിം വയമിവ കാമയസേ സ്തനൈർവിദർത്തും വിദർത്തും. ശുഷ്യത് ഹൃദാകർഷിതാപദ സിന്ധുപത്ന്യഃ സംഭ്രത്യപാസ്തകമലശ്രിയ ഇഷ്ടഭർത്തുഃ യദ്വദ്വയം മധുപതേഃ പ്രണയാവലോകമപ്രാപ്യ മുഷ്ടഹൃദയാ പുരുകർഷിതാ സ്മ. ഹംസ സ്വാഗതമാസ്യതാം പിബപയോ ബ്രൂഹ്യംഗശൗരേ കദാ ദൂതം ത്വാം വിദാമ കച്ചിദജിദഃ സ്വസ്ത്യാസ്ത ഉക്തം പുരാ. കിം വാ നശ്ചല സൗഹൃദസ്മരദിതം കസ്മാത് ഭജാമോ വയം ക്ഷൗദ്രാലാപയ കാമദം ശ്രിയമൃതേ സൈവൈകനിഷ്ഠാ സ്ത്രിയാം. ഇത് ഇത്രയും ശ്ലോകങ്ങളാണ് മഹിഷ്യഊജു, മഹിഷിമാർ പറഞ്ഞു. അപ്പോൾ ഓരോ ശ്ലോകങ്ങളും ഓരോരുത്തരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയണം. ഓരോരുത്തരെ എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ ശ്ലോകത്തിലും പ്രകൃതിയിലുള്ള ഓരോരുത്തരെ അഭിസംബോധന ചെയ്യണം. ഒന്നാമത്തെ ശ്ലോകത്തിൽ കുരരി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുക. കുരരി എന്നാൽ കുരരപ്പക്ഷി, ഇണയെ പിരിഞ്ഞ് നിലവിളിച്ച് കരയുന്നതായിട്ടുള്ള പക്ഷിയാണ്
രാത്രി നേരത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന പക്ഷിയാണ് കുരരപ്പക്ഷി. അതിൻ്റെ ആ ഇണയെ സ്ത്രീലിംഗത്തെയാണ് കുരരി എന്ന് സംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇണപ്പക്ഷിയെ കാണാതെ വിലപിക്കുന്ന ഹേ കുരരപ്പക്ഷി, അല്ലയോ കുരരി, ത്വം വിലപസി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ശ്ലോകത്തിൽ ആ കുരരപ്പക്ഷിയെ നോക്കി പറയുന്നു. രണ്ടാമത്തതില് ചക്രവാകി എന്ന പക്ഷിയെക്കുറിച്ച് സംബോധന ചെയ്യണു. മൂന്നാമത്തതില് ഉദൻവൻ എന്ന് സമുദ്രത്തെ സംബോധന ചെയ്യണം. ഉദൻവൻ, അല്ലയോ ഉദൻവാവേ, സമുദ്രമേ. അതുപോലെ ഇന്തോ എന്ന് നാലാമത്തെ ശ്ലോകത്തിൽ ചന്ദ്രനെ നോക്കി പറയുകയാണ്. അത് കഴിഞ്ഞ് മലയാനില എന്ന് കാറ്റിനെ നോക്കി, മന്ദമാരുതൻ സുഗന്ധവാഹിയായി വരുന്ന ചന്ദനഗന്ധമുള്ള വായുവാണ് മലയാനിലൻ, മലയപർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റ്. അതിനെ നോക്കി സംബോധന ചെയ്യുന്നു. പിന്നീട് മേഘ എന്ന് മേഘത്തെ നോക്കിക്കൊണ്ട് പറയുന്നു. അത് കഴിഞ്ഞ് കോകില, കുയിലേ. 21 ശ്ലോകത്തിൽ കോകിലത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. 22 ക്ഷിതിധര, പർവ്വതത്തെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. 23 സിന്ധുപജ്ഞ, അല്ലയോ നദികളെ എന്ന് നദികളെ നോക്കിക്കൊണ്ടാണ് സംബോധന. 24 അരയന്നത്തെ നോക്കിക്കൊണ്ടാണ് ഹംസ. ഇങ്ങനെ പ്രകൃതിയിലുള്ള ചരവും അചരവുമായ പല വസ്തുക്കളോടും അവരുടെ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും ഞങ്ങളെപ്പോലെ പല വിഷമങ്ങളും അനുഭവിക്കുകയാണല്ലേ, കൃഷ്ണനെ കാണാത്തത് കൊണ്ട്, കൃഷ്ണൻ സാമീപ്യമില്ലാത്തത് കൊണ്ട് എന്നൊക്കെയുള്ള ഒരു തരം എന്താ പറയുക പരിഭവം പറച്ച് ഉരല് മദ്ദളത്തോട് പറയുക, മദ്ദളം ഉരലിനോട് പറയുക എന്നൊക്കെ പറയില്ലേ. അമ്മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവം പറയുന്നതായിട്ടുള്ള ഒരു ജഡഭാവം, ഒരു ഉന്മാദഭാവം, അതാണ് ഈ ഓരോ ശ്ലോകത്തിലും ഉള്ളത്. നമുക്ക് രാത്രി പറ്റിയാൽ ആസ്വദിക്കാം. എനിക്ക് വൈകിട്ടൊരു 5 മണിക്കൊന്നും ഒരു അപ്പോയിൻമെന്റ് പുറത്തുണ്ട്. അത് കഴിഞ്ഞ് വന്നാൽ നോക്കാം, അതല്ലെങ്കിൽ നാളെ നോക്കാം. നല്ല വിസ്തരിച്ച് ആസ്വദിക്കേണ്ട ഗോപികമാര് ഗോപികാഗീതത്തിലും 5 ഗോപികാഗീതം ഗോപികമാര് പാടിയിട്ടുണ്ട്. അതിലൊക്കെ ഇതുപോലെയുള്ള ഭാവങ്ങളാണ്. അതുപോലെ ആ ഭ്രമരഗീതം പ്രത്യേകിച്ച് അല്ലേ, വണ്ടിനോട് ഗോപികമാര് ഉദ്ധവൻ വന്ന സമയത്ത് ഭ്രമരത്തോട് പറയുന്ന ഭാവം, യുഗളഗീതം, മറ്റ് ഗോപികാഗീതങ്ങൾ, അതിനോട് സമാനമായിട്ടുള്ള കൃഷ്ണപത്നിമാരുടെ ഒരു തരത്തിലുള്ള കൃഷ്ണസ്മരണയാണ്. മുഴുവൻ കൃഷ്ണസ്മരണയാണ്. തന്മനസ്ക തദാലാപാഹ, ഭഗവാനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ഭഗവാനെ കുറിച്ച് തന്നെ പുലമ്പിക്കൊണ്ടിരിക്കുക. നമുക്ക് നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് നോക്കിക്കോളൂ. ഉണ്ടെങ്കിൽ 7 മണിക്ക് ഉണ്ടാവുള്ളൂ. അതിനും പറ്റിയില്ലെങ്കിൽ നാളെ.